ഞാനിവിടെ ഒരു കായലാണ് വന്നിട്ട്. കായൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ പിന്നെ ഒരു ശംഖ് കണ്ടു. ഞാൻ ശംഖ് കാണിച്ചു തരാം. നമ്മൾ ഈ ശംഖിനകത്ത് ഞണ്ട് ഇവിടുത്തെ സാധനം. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇവിടെ കണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ ഹെർമിറ്റ് ക്രാബാണ് കേട്ടോ. ഇതിനകത്ത് സംഭവം ഐറ്റം ഉണ്ട്. അതിൻ്റെ കാല് ജസ്റ്റ് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഹെർമിറ്റ് ക്രാബിനെ ഞാൻ ഇത്രയും ഒരു സൈസിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ചെറിയ സൈസ് ഇതിന് മുന്നേ ഒരിക്കൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സൈസിലത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇത് കണ്ടോ, വേറൊരു ടൈപ്പ്. ഇത് അവിടെ നിന്ന് പിടിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ശംഖ് കുറച്ച് ബ്രോക്കൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് ഈ ഒരു സംഭവം ഇങ്ങനെ ഇരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഇത് പാസ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനെയും പിടിച്ചിട്ട് ആണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇത് അകത്തിരിക്കുന്നത് കണ്ടോ. അടിക്കോ വിഷമാണോ? എനിക്കും പനിയാണ് കേട്ടോ. ഞാൻ സൗണ്ട് കേട്ടാലോ. ശംഖ്, ഈ ശംഖ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാന്നുള്ളൊരു കമന്റ് ചെയ്യുക. പേര് ഈ പേര് കണ്ടതിൻ്റെ പേരറിയാമെങ്കിലും കമന്റ് ചെയ്യുക. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വെറൈറ്റി ഇനിയുണ്ട് മറ്റേ അത് വെളിയിറങ്ങും. തറ വെച്ചിരുന്ന വെളിയിറങ്ങും. പയ്യെ പയ്യെ പോകും. പെട്ടെന്ന് മരത്തിൽ വെച്ചാലും എങ്ങാനും വെള്ളത്തിൽ വീണല്ലേ അറിയില്ല. ഒരു ദിവസം നമ്മളെ കണ്ട് അവിടെ ആളെ കേട്ടുണ്ടോ? ഇതിനകത്തിരിക്കുന്ന വിരതനെ ഒന്ന് പുറത്തോട്ട് വന്നിട്ട് ഫുള്ളായിട്ട് കാണിക്കാൻ ഞങ്ങൾ വിടുന്ന പാട് നമ്മൾ ഉണ്ടായിരിക്കാനായിട്ട് മാക്സിമം നോക്കും. അവിടെ നിന്ന് സൗണ്ട് വരും. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു കേട്ടോ. നിങ്ങളത് കാണുന്നുണ്ടോ ഗൈസ്? നിങ്ങളത് കാണുന്നുണ്ടോ? ഇത് ഞാൻ അവിടെ നിന്നൊരു സംഭവം പറയുന്നല്ല കേട്ടോ, ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതാണ്. ഇത് കാണുന്നുണ്ട്. കണ്ട അത് പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ പൊന്നും, അത് എന്തോ ഒരു ഭീകരമായിട്ട് ജീവി എന്ത് വരുന്ന പോലെ ഉണ്ട് അത് കാണാനായിട്ട്. അനക്കം കെട്ടിയാണ് പോണത്. തറ വെച്ചാൽ മതി. എരിഞ്ഞിരുന്ന അവസാനം ദേ തറയിൽ വെച്ചപ്പോഴത്തേക്ക് അത് പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കാലൊക്കെ ഇങ്ങനെ വെള്ളോട്ട് വന്നിട്ട് കണ്ടത് ഒന്ന് നിവർന്ന് നിൽക്കാനായിട്ട് നോക്കുക. കണ്ടോ, അത് അതിനിടയ്ക്ക് നിവർന്ന് തന്നെ. അങ്ങനെ എന്താ അനങ്ങുകയാണ് ഗൈസ്. അനങ്ങി പോവുകയാണ് അവൻ. ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് കാലൊക്കെ ഉള്ളിലോട്ട് വലിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. പുള്ളിയിൽ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ നാച്ചുറൽ അങ്ങനെയാണല്ലോ. അങ്ങനെ എന്താ വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഉള്ളിൽ നിന്ന്. കണ്ട ഈ കുറച്ച് കേട് വന്ന, അതായത് ഇങ്ങനെ ബ്രോക്കൺ ആയിട്ടുള്ള ഇതായതുകൊണ്ട്, ശങ്കായതുകൊണ്ട് അതിന് കണ്ണൊക്കെ ഇങ്ങനെ പുറത്തോട്ട് കുറച്ച് ഈസിയാണെന്ന് തോന്നുന്നു. കണ്ടോ, കണ്ണുകളൊക്കെ ഇങ്ങനെ നീണ്ട് വന്ന് നിൽക്കുന്നത് കണ്ടോ, ഒരു യെല്ലോയിഷ് കളർ പോലെ. കണ്ടോ, അതുകൊണ്ട് നമുക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈസിയാണെന്ന് തോന്നുന്നു. പിന്നെയും മിണ്ടാപ്രാണികളെ കൊല്ലണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ കായലിലേക്ക് തന്നെ വിട്ടു കേട്ടോ. കേട്ടോ നമ്മളതിനെ തിരിച്ച് വെള്ളത്തിലോട്ട് വിട്ടിട്ടുണ്ട് ഗൈസ്. പോയിട്ടത് അതിനെ വെച്ചിട്ട് പോണോട്ട് ഇത്രയും വെയിറ്റ് എന്നിട്ട് അതിനെ എന്തൊക്കെ എടുത്തോണ്ട് പോകണം. ഉള്ള വെയിറ്റാണ് എടുത്തോണ്ട് പോണം. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ കയ്യിലെ ബലവും